ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം ഗംഗണപതയേ നമഃ. ഓം സ്വസ്തി ശ്രീ ശിവാദിഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശിവകഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാദേവന്റെ ശിവലിംഗവുമായി ബന്ധപ്പെട്ട ഒരു കഥയെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ശിവലിംഗങ്ങൾ അനേകം കാണാം. അത്തരം ശിവലിംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനേകം കഥകളുമുണ്ട്. അതിലൊരു ശിവലിംഗത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഥയിലേക്ക് കടക്കാം. ദേവാസുര യുദ്ധം നടന്ന സമയം, ആ ഒരു കാലഘട്ടം, വൃത്രാസുര വധം നടത്തിയ ഇന്ദ്രന് തന്റെ കൃത്യത്തിന്റെ ഭാഗമായി, അല്ലെ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി സകല ഐശ്വര്യങ്ങളും നശിക്കാൻ കാരണമായി. ബ്രഹ്മഹത്യാ പാപം വൃത്രാസുര വധത്തിലൂടെ ഇന്ദ്രനെ ബാധിച്ചു എന്ന് പറയാം. ഈ ബ്രഹ്മഹത്യാപാപത്തിനാൽ ഇന്ദ്രന്റെ ശോഭയാർന്ന ശരീരം കരുത്തിരുണ്ടു. രാജയൂഷ്മാവ് എന്ന അവസ്ഥയിലേക്ക് അത്രയ്ക്ക് ക്ഷീണിച്ചു. ശരീരം വേദന കൊണ്ടും താപം കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടി. ഇതിന്റെ പരിഹാരാർത്ഥമായിട്ട് ഇന്ദ്രൻ ശിവപൂജ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ബൃഹസ്പതിയോ നാരദ മഹർഷി ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അതിനുള്ള പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭൂമിയിലെത്തി വളരെ മനോഹരമായ ഒരു കടൽ ഒരു സമുദ്രത്തിന്റെ തീരത്ത് അദ്ദേഹം അതിൻ്റെ മണൽത്തിട്ടയിൽ ഒരു ശിവലിംഗം നിർമ്മിക്കുകയും പൂജ നടത്തുകയും ചെയ്യാൻ ആരംഭിച്ചു. ശിവപൂജ അങ്ങനെ പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടങ്ങളും കടന്ന് വേദനയിലും താപത്താലും വളരെയേറെ ബുദ്ധിമുട്ടിയ, വിഷമിച്ച് നടന്ന ആ ഇന്ദ്രൻ, ആ ദേവരാജൻ തൻ്റെ സകല ഐശ്വര്യങ്ങളും നശിച്ച് തൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ച് നിൽക്കുന്ന സമയത്ത് തപസ്സിൻ്റെ ഉഗ്രതയിൽ അവസാനം മഹാദേവൻ പരമകാരുണ്യകനായി പ്രത്യക്ഷപ്പെടുകയാണ്. പഞ്ചാക്ഷരം കൊണ്ട് ആ മഹാദേവനെ പൂജിച്ചത് കാരണം ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് പോലും ഇന്ദ്രന് മുക്തി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, മുക്തി കിട്ടി.
മഹാദേവനോട് കരഞ്ഞ് പറഞ്ഞു, മഹാദേവ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ച സമയത്ത് തൻ്റെ തെറ്റുകൾ പൊറുക്കണമെന്ന് പറഞ്ഞ് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മഹാദേവൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചപ്പോൾ മഹാദേവൻ്റെ ഒരു ജടയിൽ ഒരു ശരീരത്തിൻ്റെ ഒരു തലയിൽ നിന്നൊരു ജട പറിച്ചെടുത്ത് ഗംഗയോടുകൂടി ഗംഗയിൽ മുക്കി അത് ഗംഗാസമേതം അത് ദേവേന്ദ്രൻ്റെ ശരീരത്തിലേക്ക് തളിച്ചു എന്നാണ് പറയുന്നത്. ഈ തളിച്ച സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ദ്രൻ്റെ ആ കറുത്തിരണ്ട ശരീരം ഒക്കെ പോയി നല്ല വെളുത്ത വെളുത്ത പ്രകാശമയമായ ഒരു ശരീരത്തെ ഇന്ദ്രന് ലഭിച്ചു. തൻ്റെ തേജസ് ഇന്ദ്രന് ലഭിച്ചു. തുടർന്ന് ഇന്ദ്രൻ തൻ്റെ ശരീരത്തിലുള്ള താപവും അതോടുകൂടി ശമിക്കുകയുണ്ടായി. ജീവിതത്തിൻ്റെ ഏത് താപങ്ങളെയും ശമിപ്പിക്കാൻ ശിവപൂജ കൊണ്ട് സാധിക്കുമെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു പാഠം ഉൾക്കൊള്ളാം. എന്നാൽ ഇന്ദ്രൻ സ്ഥാപിച്ച ആ ശിവലിംഗം പിന്നീട് മഹാ അത്ഭുതങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന മഹാ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ധവളേശ്വർ എന്ന ഭാവത്തിൽ, അതായത് ധവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പാണ്. ഇന്ദ്രന് ശരീരത്തിന് കറുത്തിരണ്ട ശരീരത്തെ മാറ്റി പ്രകാശമാനമായ ഒരു ശരീരത്തെ നൽകിയതിനാൽ ധവളേശ്വർ എന്ന നാമത്തിൽ ആ ശിവലിംഗം അറിയപ്പെട്ടു. ഒഡീസയിൽ കൊടും ചൂടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, കൊടും ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് ആ ശിവലിംഗത്തിന് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. അതിനുള്ള പുറമേ കൊടും ചൂടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഇന്നും ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതേപോലെ തന്നെ നമുക്ക് ഒട്ടനവധി അറിയാത്ത കാര്യങ്ങൾ, ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ശാസ്ത്രത്തിൻ്റെ കഴിവുകേടല്ല, മറിച്ച് പ്രകൃതി അതിൻ്റെ രഹസ്യഭാവത്തെ അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റിയില്ല എന്താണ് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മാത്രം തണുപ്പ് എന്നുള്ളതിന് ഉള്ളത്. കാരണം അന്നത്തെ ഇത് ഭഗവാന്റെ ജഡ ആ ഗംഗയിൽ മുക്കി തളിച്ച സമയത്ത് ഉണ്ടായ ഇത് ഇന്ദ്രൻ്റെ ശരീരത്തിന് ഉണ്ടായ താപം പോയി ആ ഐശ്വര്യത്തെ അല്ലെങ്കിൽ പ്രകാശമാനമായിരിക്കുന്ന ആ ശരീരത്തെ പ്രദാനം ചെയ്തതോടുകൂടി ആ അന്ന് ഗംഗാജലം തളിച്ച് ഇന്ദ്രൻ്റെ താപത്തെ ശമിപ്പിച്ചിരിക്കുന്ന ആ ഒരു അനുഭവ തലത്തെ ഉള്ളതുകൊണ്ട് എപ്പോഴും അവിടെ തണുപ്പുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇന്നും ജനങ്ങൾക്കിടയിലുള്ളത്. എല്ലാവരും ആന്തരികമായിരിക്കുന്ന നമ്മുടെ എല്ലാ താപങ്ങളും ശമിക്കാൻ പഞ്ചാക്ഷരം കൊണ്ട് ജപിച്ച് പഞ്ചാക്ഷരം കൊണ്ട് ശിവനെ പൂജിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ആന്തരികമായിരിക്കുന്ന
ആത്മതേജസ്സായിരിക്കുന്ന ശിവനെ, ആ ശിവലിംഗത്തെ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. നമ്മുടെ താപങ്ങളെല്ലാം മാറി ആന്തരികമായ ഒരു ശൈത്യത്തെ അനുഭവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഹരി ഓം. അരുണാചല ശിവ.